Hello students, we are in the second video of MySQL. ഇതാ പ്രീവിയസ് സെഷനിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ടേബിളിൻ്റെ പേര് എംപ്ലോയി ആണ്. നമ്മൾ ഏത് ഡേറ്റാബേസിൻ്റെ ഉള്ളിലാണ് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്? ബിസിനസ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചാറ്റ് ജി പി ടിയുടെ സഹായത്താൽ ഇൻസേർട്ട് കമാൻഡ് ഉപയോഗിച്ച് എനിക്ക് ഒറ്റ ഇൻസേർട്ട് കമാൻഡ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു? 100 rows ഓഫ് ഇൻഫർമേഷൻ ആ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. സോ ദാറ്റ് തിങ്സ് വിൽ ബി റെഡി ബിഫോർ ഐ സ്റ്റാർട്ട് മൈ ഡെമോ. ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് DML കാറ്റഗറിയിൽ പെടുന്ന സെലക്ട് കമാൻഡാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് കമാൻഡാണ്. എന്താണ് സെലക്ട് കമാൻഡിൻ്റെ യൂസേജ് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി വൺ സെക്കൻഡ്, ഹാവ് ഐ സ്വിച്ച് ഓൺ? ഇറ്റ്സ് ഓക്കെ. സെലക്ട് കമാൻഡിൻ്റെ യൂസ് എന്തെന്ന് ചോദിച്ചാൽ, ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ തൊട്ട് മുൻപിൽ സ്റ്റോർ ചെയ്ത റോസ് ഓഫ് ഇൻഫർമേഷൻ ടേബിൾ ഫോർമാറ്റിൽ ഔട്ട്പുട്ടായിട്ട് കാണണമെങ്കിൽ ടു ഡിസ്പ്ലേ ദ കോണ്ടൻറ്റ്സ് ഓഫ് ദ ടേബിൾ നമ്മൾ ഉപയോഗിക്കേണ്ട കമാൻഡാണ് സെലക്ട്. ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി സ്റ്റാർ? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ സ്റ്റാർ സിഗ്നിഫൈ ചെയ്യുന്നത് ആ 101 റോസ് അല്ല. ടേബിളിൻ്റെ ഉള്ളിൽ ഞാൻ തൊട്ട് മുൻപിൽ ഞാൻ 101 റോസ് ഇൻസേർട്ട് ചെയ്തല്ലോ. സ്റ്റാർ ഡസൻ സിഗ്നിഫൈ ഓൾ ദ റോസ് ഓഫ് ദി ടേബിൾ. ഹിയർ സ്റ്റാർ സിഗ്നിഫൈസ് ഓൾ ദ കോളംസ് ഓഫ് ദി ടേബിൾ. ഞാൻ ഉണ്ടാക്കിയ എംപ്ലോയി ടേബിളിൽ ടോട്ടൽ എത്ര കോളംസ് ആണുള്ളത്? 6 കോളംസ് ഉള്ളത് കൊണ്ട് സെലക്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ 6 കോളംസ് അക്രോസ് ഫുൾ ഇൻഫർമേഷൻ പാർട്ട് ഓഫ് ദി ടേബിൾ ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ പോകുന്നത്. അതെ, എനിക്ക് ഈ സ്റ്റാർ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണ്? ആൾ ദ കോളംസ് അല്ലേ, എല്ലാ കോളംസ് അല്ലേ. എനിക്ക് എല്ലാ കോളംസും ഔട്ട്പുട്ടായിട്ട് ടേബിൾ ഫോർമാറ്റിൽ കാണണ്ട. ഇഷ്ടമുള്ള കോളംസ് മാത്രം കണ്ടാൽ മതി. ആ 6 കോളംസിൽ നിന്ന് എന്ന് തോന്നലുണ്ടെങ്കിൽ ഇങ്ങനെ ആ റിക്വയർഡ് കോളംസ്, ആ ലിസ്റ്റ് ഓഫ് കോളംസ് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് കോളം നെയിം അറിഞ്ഞിരിക്കണം കേട്ടോ. എംപ്ലോയി ഐ ഡി, എംപ് നെയിം ഫ്രം എംപ്ലോയി. കണ്ടോളാം ആ ലിസ്റ്റ് ഓഫ് കോളംസ്. എത്ര കോളംസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്? 2 കോളംസ് ഞാൻ സെലക്ട് ചെയ്തുള്ളൂ. ഔട്ട് ഓഫ് 6 columns that are existing inside the table, I have selected only 2 column output oriented ആണ്. ടേബിൾ ആണ് കാണിക്കാൻ പോകുന്നത് across all the rows. Now you can see what I have done. കണ്ടോടാ, നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ പോകുന്ന ടേബിളിൽ ആകെയുള്ളത് 2 കോളംസ് ആണ്. ഫസ്റ്റ് കോളം എന്തായിരുന്നു? എംപ്ലോയി ഐ ഡി. സെക്കൻഡ് കോളം എംപ്ലോയി നെയിം. അങ്ങനെ നമുക്ക് വേണ്ട കോളംസ് മാത്രം സെലക്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ ടേബിൾ ഫോർമാറ്റിൽ സെലക്ട് കമാൻഡ് കഴിഞ്ഞിട്ട് ആ ലിസ്റ്റ് ഓഫ് കോളംസ് കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്താൽ മതി. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഒരു കാര്യം പറയട്ടെ, ടോപ്പ് ആരോ ബോട്ടം ആരോ പ്രസ് ചെയ്യുമ്പോൾ തൊട്ട് മുൻപിൽ ലോഗിൻ ചെയ്ത ശേഷം എന്തൊക്കെ കമാൻഡ്സ് ഞാൻ പ്രാക്ടീസ് ചെയ്തോ ആ കമാൻഡ്സ് ഒക്കെ മെമ്മറിയിൽ കിടപ്പുണ്ട്. ആ കമാൻഡ്സ് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ടോപ്പ് ആരോ പ്രസ് ചെയ്യുമ്പോൾ തൊട്ട് മുൻപിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത എല്ലാ കമാൻഡ്സും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ടൈപ്പിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ഓക്കെ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റിംഗ് കമാൻഡായ എംപ് ഐ ഡി, എംപ് നെയിമിൻ്റെ കൂട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും സെലക്ട് ചെയ്യുന്നു. വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡെമോൺസ്ട്രേറ്റ് ഈസ്, ഇൻസ്റ്റെഡ് ഓഫ് സെലക്ട് സ്റ്റാർ വേർ സ്റ്റാർ റിപ്രസെൻറ്റ്സ് ഓൾ ദ കോളംസ്, you can select only desired columns by using syntax like this. Select ആ ലിസ്റ്റ് ഓഫ് കോളംസ് സ്പെസിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ടേബിളിൻ്റെ ഉള്ളിൽ 6 കോളംസ് ഉണ്ടെങ്കിലും 3 കോളംസ് അക്രോസ് ഓൾ ദ റോസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്താണ് ആ 3 കോളംസ് സെലക്ട് ചെയ്യുന്നത്? എംപ് ഐ ഡി, എംപ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇപ്പോൾ ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ പോകുന്ന ടേബിളിൽ എത്ര കോളംസ് ഉണ്ടാവും? 3 കോളം ഓറിയൻറ്റഡ് ടാബുലർ ഔട്ട്പുട്ടാണ് കാണാൻ പോകുന്നത്. പിന്നെ എനിക്ക് ടേബിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ റോസും ഔട്ട്പുട്ടായിട്ട് കാണേണ്ട. ഞാനൊരു കണ്ടീഷൻ പറയും. ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രമേ ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്ലോസ് ആണ് വേർ ക്ലോസ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ എല്ലാ കോളംസും അക്രോസ് ഓൾ ദ റോസ് ആണ്. എല്ലാ റോസും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിക്കും. സ്റ്റാർ ഡസൻ സിഗ്നിഫൈ ഓൾ ദ റോസ്, സ്റ്റാർ സിഗ്നിഫൈസ് ഓൾ ദ കോളംസ്. വൺസ് അഗൈൻ ഐ എം സ്ട്രെസ്സിങ്. ഇപ്പോൾ നമുക്ക് ഫുൾ ഇൻഫർമേഷൻ കാണാൻ സാധിക്കും, ഫുൾ ടേബിൾ ആസ് ഇറ്റ് ഈസ് കാണാൻ സാധിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ ഞാൻ പറയുമ്പോൾ ആ കണ്ടീഷന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ വേർ ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്വയറി ഉണ്ടല്ലോ, വേർ കണ്ടീഷൻ, വേർ ക്ലോസ്. വേർ ക്ലോസ് ഉപയോഗിച്ചാണ് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഏത് റോസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെൽ വാല്യൂസ് സെയിൽസ് ആകുന്നോ ആ റോസ് മാത്രമേ ഞാൻ ടേബിളിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിച്ചു കൊടുക്കുന്നു. കണ്ടോടാ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോസ് മാത്രമേ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിച്ചു. ടോട്ടലി ആ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്? 22 എംപ്ലോയീസ്. ഫോർ എക്സാമ്പിൾ സെയിൽസിലായിക്കോട്ടെ, വെദർ ദ എംപ്ലോയി ഈസ് വർക്കിംഗ് ഇൻ സെയിൽസ് ഓർ എൽസ് IT. സെയിൽസിൽ വർക്ക് ചെയ്യുന്നവനാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ IT വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും
ഈ രണ്ട് കണ്ടീഷൻസിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ആ റോസ് ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ കമാൻഡ് എന്താണ്? ലെറ്റ് മി പ്രസ് സ്റ്റോപ്പ് ആരോ ആൻഡ് ബ്രിങ് ദ പ്രീവിയസ്ലി നമ്മൾ തൊട്ട് മുമ്പ് പ്രാക്ടീസ് ചെയ്ത കമാൻഡ് കൊണ്ടുവന്ന് വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു സെയിൽസ് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു IT എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് റോയിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ സെൽ വാല്യൂ ഒന്നെങ്കിൽ സെയിൽസ് ആകാം, അല്ലെങ്കിൽ ആ റോയിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെൽ വാല്യൂ IT ആണെങ്കിലും ആകാം. ഈ രണ്ട് വാല്യൂസിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് ആ പെർട്ടിക്കുലർ റോയിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെൽ വാല്യൂ ആയിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ ആ റോസ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ സാധിക്കും. കണ്ടോടാ, IT-യിലുള്ളവരും നമുക്ക് കാണാൻ സാധിച്ചു, കാരണം അതിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. സെയിൽസിലും വർക്ക് ചെയ്യുന്നവരും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ അടുത്തെന്താണ്? അടുത്ത കണ്ടീഷൻ ഇതേ ഉണ്ടല്ലോ, വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു സെയിൽസ് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു IT. ഈ കമാൻഡ് നമുക്ക് വേണമെങ്കിൽ ഇൻ ഓപ്പറേറ്റർ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കട്ട് ഷോർട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ വേർ ഡിപ്പാർട്ട്മെൻറ്റിൻ പെരാന്തസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വാല്യൂ സെയിൽസ്, സെക്കൻഡ് വാല്യൂ IT എന്ന് പറഞ്ഞാൽ സെയിം എഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു സെയിൽസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു IT. അതേ എഫക്റ്റ് ആണ് ഈ ഇന്നും. മനസ്സിലായോ? സെയിം ഔട്ട്പുട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇൻ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നോട്ട് ഇന്നും ഉണ്ടാവും. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ആരെ കാണാൻ സാധിക്കും? ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരെ കാണാൻ സാധിക്കും? സെയിൽസും IT അല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാ റോസും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിക്കും. സെയിൽസും IT അല്ലാതെ നമ്മൾ മിസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫിനാൻസും മാർക്കറ്റിങ്ങും HR-ഉം ഇങ്ങനെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരേ റോയുടെ മുകളിൽ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ, ഓരോ റോയുടെ മുകളിൽ രണ്ട് കണ്ടീഷൻസ് കമ്പൽസറിലി ചെക്ക് ചെയ്യേണ്ടി വന്നാൽ ആ രണ്ട് കണ്ടീഷൻസും ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ഞാൻ പറയാം. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന 40,000-നേക്കാൾ കൂടുതൽ സാലറി നേടുന്ന എംപ്ലോയീസ് മാത്രം എനിക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ആൻഡ് ദെയർ സാലറി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 40,000. അപ്പോൾ ഓരോ റോയിൽ നമ്മൾ എത്ര കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും? കമ്പൽസറി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും ഓരോ റോയിൽ. എന്താണ് രണ്ട് കണ്ടീഷൻസ്? ആ പെർട്ടിക്കുലർ റോയിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ സെയിൽസ് ആയാൽ പോരാ, അതേ റോയുടെ സാലറി കോളത്തിൻ്റെ സെൽ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 40,000. അങ്ങനെ രണ്ട് കമ്പൽസറി കണ്ടീഷൻസും ഓരോ റോയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വന്നാൽ രണ്ട് കമ്പൽസറി ആയതുകൊണ്ട് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു സെയിൽസ് ആൻഡ് സാലറി. ആ കോളത്തിൻ്റെ പേരെന്താണ്? കോളം നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടേബിളിൻ്റെ കോളം നെയിംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണ്ടീഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. ആൻഡ് സാലറി ഗ്രേറ്റർ ദാൻ 40,000 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നോക്ക്. കറക്റ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 40,000-ൻ്റെ മുകളിൽ നേടുന്നവരുടെ ലിസ്റ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായി എന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ ദെൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. ആക്ച്വലി പൈത്തണിൽ നമ്മൾ എത്ര റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു? 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഫോർ എക്സാമ്പിൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ലൈക്ക് വൈസ് ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു, അതേപോലെ ലെസ് ദാൻ ആർ ഈക്വൽ ടു. ഇതേ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഈ സെലക്ട് കമാൻഡിൽ യൂസ് ചെയ്യാൻ സാധിക്കും ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ പാർട്ട് ഓഫ് ദി ടേബിൾ. ഫോർ എക്സാമ്പിൾ ഇതാണ് ചോദ്യം. ഒരു റേഞ്ച് ബേസ്ഡ് ഒരു ചോദ്യമാണെങ്കിൽ വാട്ട് ഡു ഐ മീൻ ബൈ റേഞ്ച് ബേസ്ഡ്? ഫോർ എക്സാമ്പിൾ സാലറി 30,000 തൊട്ട് 50,000 വരെ, ഇൻക്ലൂഡിങ് ദീസ് ടു വാല്യൂസ്. 30,000-ഉം സ്റ്റാർട്ടിംഗ് റേഞ്ചാണ്, 50,000 വരെ ആരൊക്കെ എംപ്ലോയി സാലറി ആയിട്ട് നേടുന്നുണ്ടോ, സാലറി ആയിട്ട് റിസീവ് ചെയ്യുന്നോ അവരുടെ ലിസ്റ്റ് മാത്രം കണ്ടാൽ മതി. 30,000 ആസ് വെൽ ആസ് 50,000 ഇസ് ആൾസോ ഇൻക്ലൂഡഡ്. അങ്ങനെയാണെങ്കിൽ ആ സെലക്ട് കമാൻഡ് എന്തായിരിക്കണം? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ salary. Relational operator is greater than or equal to 40,000. And once again, what is the name of that column? Salary less than or equal to 60,000 എന്ന് പറഞ്ഞാൽ ഈ 40 to 60 റേഞ്ചിൽ പെടുന്ന സാലറി ആർക്കൊക്കെ കിട്ടുന്നോ, ഈ റേഞ്ചിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത റേഞ്ചിൽ ആർക്കൊക്കെ സാലറി കിട്ടുന്നോ, ഇൻക്ലൂഡിങ് 40,000 ആൻഡ് 60,000, ആ റോസ് മാത്രമേ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ സാധിക്കും. നൗ യു ക്യാൻ സീ, കണ്ടോ? അതിനേക്കാൾ താഴെ ഉണ്ടെങ്കിൽ ആ റോസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ സാധിക്കില്ല. 60-നേക്കാൾ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിക്കില്ല. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ടു യൂസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ 1982 തൊട്ട് 1986 വരെ
ഈ റേഞ്ചിൽ ആ കൊല്ലങ്ങളിൽ ആരൊക്കെ എംപ്ലോയീസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഫോളോ ആവുന്നോ ആ റോസ് മാത്രമേ ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ പാടുള്ളൂ. അടുത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കാണിക്കാൻ പോകുന്ന റോസ് ഒക്കെ ഏത് കോളമിനെ ബേസ് ചെയ്തിട്ടാണ്? ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ കണ്ടീഷൻ എങ്ങനെയാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുക? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ DOB ഗ്രേറ്റർ ദാൻ or equal to സിംഗിൾ കോട്ടിൽ 1982-01-01. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ 1982 ജനുവരി 1 തൊട്ട് ആൻഡ് DOB ലെസ് ദാൻ or equal to 1987 12th month 31st വരെ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഹൗ ടു സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡിങ് ഡേറ്റ്? 1982 ജനുവരി 1 തൊട്ട് 1987 ഡിസംബർ 31 വരെ ഈ റേഞ്ചിൽ ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പെടുന്നുണ്ടോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്ത് റോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ സാധിക്കും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. കണ്ടോടെ ഇതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് 85, 86, 87, 82. സോ ആ റേഞ്ചിൽ പെടുന്നവരല്ലേ? 1982 ജനുവരി 1 മുതൽ 1987 ഡിസംബർ 31 ആ റേഞ്ചിൽ പെടുന്ന എംപ്ലോയീസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വാല്യൂസ് ആ റേഞ്ചിൽ പെടുന്ന വാല്യൂ ആണെങ്കിൽ ആ റോസ് മാത്രമേ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ റേഞ്ചുകളൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് റേഞ്ചും എൻഡിങ് റേഞ്ചും നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അല്ലേ ഉപയോഗിക്കുക. അതിനെ കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബിറ്റ്വീൻ ആൻഡ് എന്ന് പറയുന്ന കീവേഡ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഈ ക്വയറി നോക്കി, ഈ കമാൻഡ് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ സാലറി ബിറ്റ്വീൻ 40,000 ഇൻക്ലൂഡിങ് 40,000 അടക്കം കേട്ടോ ആൻഡ് 60,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ പെടുന്ന ആൾക്കാർ ആരുടെ സാലറി ഈ റേഞ്ചിൽ പെടുന്നോ, ഏത് റോയിൻ്റെ സാലറി കോളത്തിൻ്റെ സെൽ വാല്യൂ ഈ റേഞ്ചിൽ ഇൻക്ലൂഡിങ് 40,000 ആൻഡ് 60,000 ആ റേഞ്ചിൽ പെടുന്നോ ആ റോസ് മാത്രമേ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്നുണ്ട്. അതേ ഈ കമാൻഡ് നമ്മൾ എക്സ്പാൻഡ് ഇതിൻ്റെ വേറെ ഫോം എന്തായിരിക്കണം? നിങ്ങൾക്ക് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇതാ ടോപ്പ് ആരോ പ്രസ് ചെയ്ത് നമുക്ക് തൊട്ട് മുൻപിൽ പ്രീവിയസ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് കാണണമെങ്കിൽ ടോപ്പ് ആരോ ബോട്ടം ആരോ പ്രസ് ചെയ്താൽ മതി. കണ്ടോടാ, ഇങ്ങനെ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കട്ട് ഷോർട്ട് ആക്കാൻ വേണ്ടി ആ റേഞ്ചസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളതിനെ ഈ കമാൻഡ് കട്ട് ഷോർട്ട് ആക്കാൻ വേണ്ടി ഉപയോഗിച്ച കീവേഡ്സ് എന്തായിരുന്നു? ബിറ്റ്വീൻ ആൻഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടോ ഇങ്ങനെയും ചെയ്യാൻ സാധിക്കും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇഫ് നോട്ട് ദെൻ വൺസ് അഗൈൻ യു കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. ഇത് കഴിഞ്ഞിട്ട് ഒരു കോളത്തിൻ്റെ ഉള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ആ കോളത്തിൻ്റെ യുണീക്ക് വാല്യൂസ് മാത്രമേ കാണിക്കണമെങ്കിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ആ കോളത്തിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ടേബിളിൽ നിന്ന് ഒറ്റ കോളം മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കാണാൻ പോകുന്ന ടേബിളിൽ എത്ര കോളംസ് ഉണ്ടാവും? ഒറ്റ കോളം ഉണ്ടാവും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദറ്റ് കോളം? ഡെസിഗ്നേഷൻ കോളം. ആ ഡെസിഗ്നേഷൻ കോളത്തിൻ്റെ മുകളിൽ നമ്മളൊരു കീവേഡ് ഡിസ്റ്റിങ്ക്റ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് കീവേഡ് എന്ത് ചെയ്യും? ആ ഡെസിഗ്നേഷൻ കോളത്തിൻ്റെ ഉള്ളിലുള്ള കണ്ടോ തൊട്ട് മുൻപിൽ ഡെസിഗ്നേഷൻ കോളത്തിൻ്റെ ഉള്ളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ യുണീക്ക് വാല്യൂസ് മാത്രമേ കണ്ടോടാ മാനേജർ is displayed only once, executive is displayed only once. കണ്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഇവിടെ വീണ്ടും മാനേജർ നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഡെസിഗ്നേഷൻ്റെ യുണീക്ക് വാല്യൂസ് മാത്രം കാണണമെങ്കിൽ ഡെസിഗ്നേഷൻ കോളത്തിൻ്റെ മുകളിൽ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് കീവേഡ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്ന ക്ലോസ് എന്തെന്ന് ചോദിച്ചാൽ ഓർഡർ ബൈ ക്ലോസ് ആണ്. ഈ ക്ലോസിൻ്റെ പ്രത്യേകത ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കോളമിനെ ബേസ് ചെയ്ത് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരാൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, ക്യാൻ യു ഡിസ്പ്ലേ ദ ഇൻഫർമേഷൻ ഓഫ് ദ ടേബിൾ ബേസ്ഡ് അപ്പോൺ സാലറി ഫ്രം ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി ടു ലോവസ്റ്റ് പെയ്ഡ് എംപ്ലോയി എന്ന് ചോദിച്ചാൽ അതിന് അർത്ഥം എന്താണ്? ടേബിളിൻ്റെ ഉള്ളിൽ റാൻഡമായിട്ട് കിടക്കുന്ന സാലറിനെ ബേസ് ചെയ്ത് എല്ലാ റോസും റാൻഡമായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ആ റോസൊക്കെ നമ്മൾ ഏത് കോളമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യണം? സാലറി കോളമിനെ ബേസ് ചെയ്ത് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുമ്പോൾ ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി തൊട്ട് നമുക്ക് ലോവസ്റ്റ് പെയ്ഡ് എംപ്ലോയി വരെ കാണാൻ സാധിക്കും. അത് നോക്കിക്കോ. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഓർഡർ ബൈ. കണ്ടോ, ഓർഡർ ബൈ ക്ലാസ് ഉപയോഗിച്ചാണല്ലോ നമ്മൾ ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ ഒരു പെർട്ടിക്കുലർ കോളമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യുന്നത്.
ഓർഡർ ബൈ ഫോളോഡ് ബൈ ഏത് കോളമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്? സാലറി കോളം. വെറുതെ ഇങ്ങനെ സാലറി കോളമിന് പറഞ്ഞ് സെമി കോളൻ കൊണ്ട് ടെർമിനേറ്റ് ചെയ്താൽ സാലറി കോളമിനെ ബേസ് ചെയ്ത് ടേബിളിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ഡേറ്റ, മുഴുവൻ റോസ് നമ്മൾ സോർട്ട് ചെയ്യുന്നത് ഏത് ഓർഡറിലായിരിക്കും? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പെയ്ഡ് സാലറി തൊട്ട് ഹയസ്റ്റ് പെയ്ഡ് സാലറി വരെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോടാ, ഈ സാലറി 30,000 തൊട്ട് നമുക്ക് കണ്ടോ ഹയസ്റ്റ് പെയ്ഡ് സാലറി 1 lakh വരെ നമുക്ക് കാണാൻ സാധിച്ചു. അതേ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഓർഡർ ബൈ സാലറി, വെറും ഓർഡർ ബൈ സാലറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അസെൻഡിങ് ഓർഡർ. അതിന് തൊട്ടു പുറകിൽ ഇഫ് ഇറ്റ് കൺക്ലൂഡ്സ് ബൈ ഡെസ്ക് കീവേഡ്, വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ഡെസ്ക് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്? ഡിസെൻഡിങ് ഓർഡർ എന്നാണ്. സോ വി ക്യാൻ ഡിസ്പ്ലേ the data part of the table based upon salary column in descending order. ഡെസ്കിന് എക്സ്ക്ലൂസീവ്ലി പറഞ്ഞതുകൊണ്ട് ടേബിളിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ഡേറ്റ സാലറി കോളമിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ ഹയസ്റ്റ് പെയ്ഡ് എംപ്ലോയി തൊട്ട് ലോവസ്റ്റ് പെയ്ഡ് എംപ്ലോയി വരെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ദ റിവേഴ്സ് വേ. ഹാവ് യു അണ്ടർസ്റ്റുഡ്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന കോളമുണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് റിപ്രസെൻറ്റ് ചെയ്യുന്നു? അയാൾ ജനിച്ച ഡേറ്റും മന്തും ഡേ റിപ്രസെൻറ്റ് ചെയ്യുന്നു. നമുക്ക് സീനിയർ മോസ്റ്റ് എംപ്ലോയി തൊട്ട് ജൂനിയർ മോസ്റ്റ് എംപ്ലോയി വരെ കാണിക്കണമെങ്കിൽ ഇൻഫർമേഷൻ, ഓക്കെ, വയസ്സിൽ സീനിയർ മോസ്റ്റ് എംപ്ലോയി തൊട്ട് ജൂനിയർ മോസ്റ്റ് എംപ്ലോയി, അങ്ങനെ ദർ ഏജിന് ബേസ് ചെയ്ത് സോർട്ട് ചെയ്യണമെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ, അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഓർഡർ ബൈ, പ്രാവശ്യം ഏത് കോളമിന് ബേസ് ചെയ്തിട്ടാണ് സോർട്ട് ചെയ്യുന്നത്? ഡേറ്റ് ഓഫ് ബർത്ത്. ഏത് ഓർഡറിലാണ്? ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ടൈപ്പാണ്? ലോവസ്റ്റ്, ഓൾഡസ്റ്റ് ഡേറ്റ് തൊട്ട് ന്യൂവസ്റ്റ് ഡേറ്റ് വരെയാണോ സോർട്ട് ആവാൻ പോകുന്നത്? ഡെസ്ക്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്നും കൂടെ ശ്രദ്ധിച്ച് കേട്ടോ. വി ആർ സോർട്ടിങ് ദ ഇൻഫർമേഷൻ പാർട്ട് ഓഫ് ദി ടേബിൾ ബേസ്ഡ് അപ്പോൺ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ സോർട്ട് ആവും? ഓൾഡസ്റ്റ് ഡേറ്റ് തൊട്ട് ന്യൂവസ്റ്റ് ഡേറ്റ് വരെയാണോ? ലേറ്റസ്റ്റ് ഡേറ്റ് തൊട്ട് ഓൾഡസ്റ്റ് ഡേറ്റ് വരെയാണോ? നീ ഒന്ന് നോക്ക്. ആദ്യം വരേണ്ടത് ഏതാണ്? കണ്ടോ? ലേറ്റസ്റ്റ് ഡേറ്റ് തൊട്ട് ഓൾഡസ്റ്റ് ഡേറ്റ് വരെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറാണ്? ആക്ച്വലി ദിസ് ഈസ് അസെൻഡിങ് ഓർഡർ. അപ്പോൾ ചെറുപ്പക്കാർ തൊട്ട് വയസ്സന്മാർ വരെയാണ് നമുക്ക് ആ ഡേറ്റാനെ സോർട്ട് ചെയ്യാൻ സാധിച്ചു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, വളർന്ന കുട്ടികളാണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ ഒരു പെർട്ടിക്കുലർ കോളമിനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്ലോസ് ആണ് ഓർഡർ ബൈ ക്ലോസ്. സോ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ സെഷനിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് ഏത് കമാൻഡാണ്? സെലക്ട് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ, ടാബുലർ ഫോർമാറ്റിൽ ഇൻഫർമേഷൻ കാണിക്കാൻ സാധിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 2 ക്ലാസ്സുകളാണ് ഞാൻ പഠിപ്പിച്ചത്. വേർ ക്ലോസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രമേ ഫിൽട്ടർ ചെയ്ത് കാണിക്കണമെങ്കിൽ വേറെ ക്ലോസ് എന്തായിരുന്നു? ഓർഡർ ബൈ ക്ലോസ് ആയിരുന്നു. ഡേറ്റ സോർട്ട് ചെയ്യാൻ വേണ്ടി അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്ന് പറയുന്ന മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അതുപോലെ തന്നെ റേഞ്ചസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ബിറ്റ്വീൻ ആൻഡ് കീവേഡ് ഉപയോഗിച്ചു. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഇറ്റ്സ് ഓക്കെ ഗൈസ്. ബൈ.